2026 ഒരു പ്രോപ്പർട്ടി വാങ്ങാം, ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങാമെന്നൊക്കെ റെസൊല്യൂഷൻ എടുത്ത് ഒന്ന് കാലും നീട്ടി ഇരുന്ന സമയത്ത് ദേ വന്നു 2 മിസൈലുകൾ. ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് വന്ന 2 മിസൈലുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിലൊന്ന് RBI 25 ബേസിസ് പോയിന്റ് ക്യാഷ് റേറ്റ് ഇൻക്രീസ് ചെയ്തതും, നമ്പർ 2 നമ്മുടെ ലേബർ ഗവൺമെന്റ്, ആൽബനീസ് ഗവൺമെന്റ് കൈൻഡ് ഓഫ് ഗിവൺ എൻ ഇൻഡിക്കേഷൻ ദാറ്റ് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള CGT ഡിസ്കൗണ്ട്സ്, ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടികളുടെ മേലെയുള്ള CGT ഡിസ്കൗണ്ട്സ് അത് അവർ റീകൺസിഡർ ചെയ്യും എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. മലയാളികൾ പൊളിയല്ലേ, നമ്മൾ എന്തൊക്കെ നടന്നാലും വി വിൽ ട്രൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ദാറ്റ്സ് ഹാപ്പനിങ് അറൗണ്ട്. എന്തൊക്കെ പോളിസി ചേഞ്ചസും അത് എങ്ങനെ എക്കണോമിയെ ഇമ്പാക്ട് ചെയ്യുമെന്നും എങ്ങനെ ഈ ഒരു പ്രോപ്പർട്ടി മാർക്കറ്റിനെ ഇമ്പാക്ട് ചെയ്യാൻ പോകുമെന്നും പഠിച്ചുകൊണ്ട് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ റൈറ്റ് ആയിട്ട് നമ്മുടെ സ്ട്രാറ്റജിയെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. എന്താണ് അപ്പം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി സ്ട്രാറ്റജി എങ്ങനെയാണ് നിങ്ങൾ റീകൺസിഡർ ചെയ്യുന്നത്? ഞാൻ നിങ്ങളെന്ന് പറഞ്ഞത് നിങ്ങൾ യു വുഡ് പ്രോബബ്ലി ബി ഇൻ യുവർ mid-30s or mid-40s വർക്കിംഗ് എനിവേർ ഇൻ ഓസ്ട്രേലിയ. യു വുഡ് പ്രോബബ്ലി ബി ഇൻ ദ കോർപ്പറേറ്റ് സെക്ടർ ഓർ എ ഹെൽത്ത് കെയർ സെക്ടർ. നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുമോ അല്ലെങ്കിൽ വാങ്ങുമോ? Welcome to this video. I'm Rakesh, CEO of Costly and Assets Buyers Agency, and we help professionals, working professionals just like you, buy investment properties and build a portfolio here in this country so you build long-term wealth for yourself and for your generation. 3 തരത്തിലുള്ള പാറ്റേൺസ് ആണ് ഞാൻ എൻ്റെ ക്ലയൻസിനോട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പോളിസി ചേഞ്ചസ് വരുമ്പോൾ കാണുന്നത്. ഒന്ന്, ഫ്യൂ പീപ്പിൾ ഗെറ്റ് ബിറ്റ് സ്ട്രെസ്ഡ്, സ്കേർഡ്, എന്നിട്ട് അവർ എന്ത് ഡിസിഷൻ എടുക്കണം എന്നറിയാതെ മാറി നിൽക്കും. നമ്പർ 2, ഇമോഷണലി ഭയങ്കര ഡ്രിവൺ ആയി, അയ്യോ എന്തോ മാർക്കറ്റിൽ നടക്കുന്നു, ഐ എം ഗോണ മിസ് ഔട്ട്, പ്രോപ്പർട്ടി പ്രൈസസ് കൂടുന്നു, ഇനി എനിക്ക് മിസ് ആവണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇമോഷണലി ഡ്രിവൺ ആയി പ്രോപ്പർട്ടി മാർക്കറ്റിലോട്ട് ആലോചിക്കാതെ എടുത്തു ചാടുന്ന ഇൻവെസ്റ്റേഴ്സ്. നമ്പർ 3, വളരെ സാവധാനം കാര്യങ്ങളെല്ലാം പഠിച്ച് അവരുടെ സ്ട്രാറ്റജി വളരെ ക്ലിയറായി മനസ്സിലാക്കിക്കൊണ്ട് പ്രോപ്പർട്ടി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ പറഞ്ഞ 3ാമത്തെ കാറ്റഗറി ഓഫ് ഇൻവെസ്റ്റേഴ്സിലോട്ടാണ് നമുക്ക് വളരെ ഫോക്കസ്ഡ് ആയി മൂവ് ചെയ്യേണ്ടത്. ദിസ് ഈസ് നോട്ട് തിയറി. ഇത് ഞാൻ എൻ്റെ പ്രാക്ടീസിൽ എവറി സിംഗിൾ വീക്ക് വി സീ ദീസ് ഡിസിഷൻസ് കമ്മിങ്. ഇതുപോലെയുള്ള സ്ട്രാറ്റജി ചേഞ്ചസ് വി ഹെൽപ്പ് പീപ്പിൾ മേക്ക്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ദീസ് ചേഞ്ചസ് ഹാവ് ഇമ്പാക്ട് ഓൺ ടു ദ പ്രോപ്പർട്ടി മാർക്കറ്റ്. അപ്പോൾ ഈ 2 ചേഞ്ചസ് അല്ലെങ്കിൽ ഈ മേജർ ആയിട്ടുള്ള 2 ന്യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് these are critical, these are signals and we need to take signals very seriously. Signal number 1, RBI ഏത് ഡയറക്ഷനിലോട്ടാണ് എക്കണോമിയെ മൂവ് ചെയ്യാൻ പോകുന്നത്, എന്താണ്, വാട്ട് ഈസ് ദ RBI's intention or which direction is RBI heading. Number 2, the government, right, the governing body അല്ലെങ്കിൽ അവർ എന്താണ്, what do they want the investor behavior to happen? CGT ഡിസ്കൗണ്ടുകൾ ചേഞ്ചസ് വരുന്നതിലൂടെ എന്ത് കൈൻഡ് ഓഫ് ഇൻവെസ്റ്റർ ബിഹേവിയറൽ ചേഞ്ചസ് ആണ് ഗവൺമെന്റ് എക്സ്പെക്ട് ചെയ്യുന്നത്? അതുപോലെ തന്നെ ടാക്സ് ബെനിഫിറ്റുകളിൽ നിന്ന് മാക്സിമം ടാക്സേഷൻ ട്രഷറിക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്ത് തരത്തിലുള്ള നീക്കങ്ങളാണ് ഗവൺമെന്റ് മുന്നിലോട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നത്? ഈ 2 കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തതയോടുകൂടി പഠിക്കാം അല്ലേ. അപ്പം ആദ്യത്തെ പോയിന്റിലോട്ട് നമുക്ക് കടക്കാം, RBIയുടെ ക്യാഷ് റേറ്റ് ഇൻക്രീസ് അല്ലേ. നമ്പർ 1, ഇത് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇൻക്രീസ് ആയിരുന്നില്ല. ഇത് 2025 എൻഡിലൊക്കെ തന്നെ നമ്മുടെ RBI ഗവർണറായിട്ടുള്ള മിഷേൽ ബുള്ളക്ക് ഓൾറെഡി നമുക്കൊരു എക്സ്പെക്ടേഷൻ തന്നിരുന്നു. അതായത് വലിയ രീതിയിലുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല, വലിയ താഴ്ചകൾ ഉണ്ടാവില്ല, ചെറിയ ഇൻക്രീസുകൾ പ്രതീക്ഷിക്കാം, ഏർലി സ്റ്റേജസിൽ തന്നെ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് ഗവർണർ മുന്നേ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ദ റീസെൻറ്റ് ഇൻഫ്ലേഷൻ ഡാറ്റ, അവർ ഇപ്പോൾ എല്ലാ ക്വാർട്ടർലിയാണ് ഇൻഫ്ലേഷൻ ഡാറ്റ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദ ലേറ്റസ്റ്റ് ഇൻഫ്ലേഷൻ ഡാറ്റ ജാനുവരിയിൽ അപ്ഡേറ്റഡ് ആയപ്പോൾ കാണിച്ചത് ഡിസംബർ എൻഡിങ് ആയിട്ടുള്ള ക്വാർട്ടറിൻ്റെ ഇൻഫ്ലേഷൻ ഈസ് സിറ്റിംഗ് അറ്റ് അബൌട്ട് 3.8%, 3.6% നിന്ന് ഇൻഫ്ലേഷൻ കൂടിയിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ. അത് ഓൾറെഡി അവരുടെ ടാർഗറ്റ് റേറ്റിന് മേലെയാണ് ആ ഇൻഫ്ലേഷൻ റേറ്റ് കിടക്കുന്നത്. അങ്ങനെ കൂടിയിരിക്കുന്ന ഇൻഫ്ലേഷൻ റേറ്റ് താഴ്ത്തണം, ടാർഗറ്റിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് RBIയുടെ ആഗ്രഹം. അപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിച്ചതും പ്രെഡിക്റ്റഡുമായിട്ടുള്ള ഒരു ക്യാഷ് റേറ്റ് ഇൻക്രീസ് തന്നെയാണ് നടന്നിട്ടുള്ളത്. 25 ബേസിസ് പോയിന്റ്സ്, അതായത് 0.25% എന്ന മിനിമം ഇൻക്രിമെൻ്റ് ആണ് ഇവർ തന്നിട്ടുള്ളത്. അത് തന്നെയാണ് എല്ലാ പ്രാവശ്യവും നടക്കാറ്. മിനിമം ആയിട്ടുള്ള ഇൻക്രിമെൻറ്റ്സും മിനിമം ആയിട്ടുള്ള ഡിക്രിമെൻറ്റ്സും ആണ് ഓസ്ട്രേലിയൻ RBI ഈ പറഞ്ഞ ക്യാഷ് റേറ്റ് ചേഞ്ചസിൽ നടക്കുന്നത്.
അപ്പോൾ ഇങ്ങനെ ഒരു ക്യാഷ് റേറ്റ് നടക്കുമ്പോൾ അടുത്തത് സംഭവിക്കാൻ പോകുന്നത് മേജർ ബാങ്കുകളെല്ലാം അവരുടെ വേരിയബിൾ റേറ്റ്സിൽ ഈ റേറ്റുകൾ ഇത് ചെയ്യും അല്ലെ, അവരുടെ മാർജിൻ ആഡ് ചെയ്തത് കൊണ്ടുള്ള അവരുടെ വേരിയബിൾ ലോൺ റേറ്റ്സ് ആർ ഗോണ ഇൻക്രീസ് ബൈ അഗെയിൻ അനദർ 0.25%. ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ മേജറായിട്ട് വരാവുന്ന രണ്ട് സാധ്യതകൾ, ഒന്ന് ആൾക്കാരുടെ ബോറോയിങ് പവർ വിൽ ഡിക്രീസ്. അതായത് ഇന്നത്തെ സിറ്റുവേഷനിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 900,000 ബോറോയിങ് ഉള്ള ആൾക്ക് ഈ 0.25% ഇൻക്രീസ് നടക്കുമ്പോൾ their borrowing would reduce by maybe $10,000, $25,000 around. അവരുടെ ബോറോയിങ് കപ്പാസിറ്റി ചെറുതായിട്ടൊന്ന് കുറയും. നമ്പർ ടു, the EMI that they have to pay, that would of course increase, right? അല്ലെ, ഒരു 400, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 800,000 ലോൺ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അബൌട്ട് ഒരു മന്ത്ലി ഒരു $160 to $170 ഇൻക്രീസ് EMIയിൽ വരും. ഇത് രണ്ടുമാണ് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളോടുള്ള ചോദ്യം, ഈ ഒരു ഇൻക്രീസ് നിങ്ങളുടെ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു 2026 ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി സ്ട്രാറ്റജിയിൽ നിങ്ങൾ ഓൾറെഡി ഈ കുഷ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ do include, and that's what we need to do. നമ്മൾ അങ്ങനെ പ്രിപ്പയർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ചില ഏരിയാസിൽ അഫോർഡബിലിറ്റി ഒക്കെ പീക്കായിട്ട് നിൽക്കുന്ന ഏരിയാസിലൊക്കെ അല്ലെ, വളരെ സ്ട്രെച്ച് ചെയ്തൊക്കെ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ എൻ്റർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബയർ അവരുടെ ഈ മന്ത്ലി EMI കൂടിയത് കാരണം ചിലപ്പം ആ ലൊക്കേഷനിൽ നിന്ന് അവർ പിൻവലിഞ്ഞേക്കാം. അപ്പോൾ അഫോർഡബിലിറ്റി പീക്കായിട്ടുള്ള ലൊക്കേഷൻസിന് ചെറിയ ഒരു ഡൗൺവേർഡ് പ്രഷർ സംഭവിക്കാനുള്ള സാധ്യതകൾ എന്തായാലും മുന്നിലുണ്ട്. അതുപോലെ തന്നെ ചില ഇൻവെസ്റ്റേഴ്സ് എല്ലാം മാക്സിമം ബോറോയിങ് പവർ അല്ലെങ്കിൽ മാക്സിമം സ്ട്രെച്ച് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഒക്കെ കുറച്ച് അഡീഷണൽ പ്രഷർ അവർക്ക് ഫീൽ ചെയ്തേക്കാം. പ്രോബബ്ലി someone might sell it because of that. ഈ പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ സെല് ചെയ്യുന്ന അതൊക്കെ വളരെ ചുരുക്കം കേസസുകളും ഉണ്ടാകാം. അപ്പോൾ ഇതൊന്നും നമ്മളെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ RBIയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഇൻക്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വറി ചെയ്യേണ്ട സിറ്റുവേഷനേ അല്ല. ഒന്ന് പ്രിപ്പയർ ചെയ്യുക, നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഒരു അഡീഷണൽ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കുഷ്യൻ നിങ്ങളുടെ ബഡ്ജറ്റിൽ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യുക. അഫോർഡബിൾ അല്ലാത്ത ഏരിയാസിലോട്ടുള്ള എന്താ പറയുക എക്സ്പോഷേഴ്സ് കുറയ്ക്കുക. അഫോർഡബിൾ അല്ലാത്ത ഏരിയാസിന് ഒരു പ്രഷർ, ഡൗൺവേർഡ് പ്രൈസിങ് പ്രഷർ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എപ്പോഴും അഫോർഡബിൾ ആയിട്ടുള്ള ഏരിയാസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഒരു മീഡിയം ഇൻകം ഏർണേഴ്സിനും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന 400 or 500 or 600K, right? I'm talking about in $1,000, 400 to 700K എന്ന ആ ഒരു റേഞ്ചിലുള്ള അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിങ് ബ്രാക്കറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. മേലോട്ട് പോവാതിരിക്കുക. $1 million മേലോട്ടുള്ള പ്രോപ്പർട്ടീസിലോട്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. രണ്ടാമത്തത് the CGT discount. This is a much larger topic. നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വേറെ വീഡിയോസിൽ ഇതിൻ്റെ ഡിഫറെൻറ്റ് സിനാരിയോസും എന്തൊക്കെ ഇംപ്ലിക്കേഷൻസ് വരുന്നുണ്ടെന്നുള്ളതും പഠിക്കാം. ഇന്ന് വളരെ ലൈറ്റായിട്ട് നമുക്ക് ഈ ഒരു സാധനത്തിനെ മനസ്സിലാക്കാം. ഇന്ന് കറൻ്റ്ലി ഓസ്ട്രേലിയൻ മാർക്കറ്റിൽ ഇഫ് യു ഓൺ ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ഫോർ മോർ ദാൻ 12 months and when you exit from this investment property, right, by maybe 10 years or 5 years, whatever capital gains that you make on that investment property, അതിൻ്റെ 50% ഈസ് ടാക്സ് എക്സംപ്റ്റഡ്. ബാക്കി റിമൈനിങ് 50% മാത്രം you have to pay whatever income tax slab that you or your partner is part of. ഇതിനെയാണ് നമ്മുടെ the Labour government, Albanese, along with the Treasurer Jim, they are reconsidering it because the statement from their end is that there is a lot of money sitting on there. ഈ പറഞ്ഞ ടാക്സ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ CGT ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് ഇൻവെസ്റ്റേഴ്സിലോട്ട് പാസ് ചെയ്യുന്ന എമൗണ്ട് ഇസ് ടു ബിഗ്. ഇന്ന് ഓസ്ട്രേലിയൻ ട്രഷറി അത്ര ഒരു ഫിനാൻഷ്യൽ പ്രഷർ തന്നെ നേരിടുന്ന സിറ്റുവേഷനിൽ ഈ ഒരു ടാക്സ് ബെനിഫിറ്റ് അവരുടെ അടുത്തോട്ട് ഗവൺമെൻറ് അടുത്തോട്ട് പുള്ള് ചെയ്യുന്ന ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അഗെയിൻ ദ പോളിസീസ് ആർ നോട്ട് ഫൈനൽ. ഇറ്റ് വിൽ ഓൾ ബി ഫൈനലൈസ്ഡ് ഡ്യൂറിങ് ദ ഈ മെയിൽ വരുന്ന ബഡ്ജറ്റിൽ അത് അനൗൺസ് ചെയ്യും. അപ്പം ഈ പറഞ്ഞ ഫോർമൽ പ്രപ്പോസൽസും കാര്യങ്ങളും എല്ലാം മാർച്ചിലായിരിക്കും അവർ വെക്കുന്നത്. സോ അൺടിൽ വി ഡോണ്ട് നോ വാട്ട്സ് ഗോണ ഹാപ്പൻ. ദേ മേ പ്രപ്പോസ് ഇറ്റ്, ദേ മേ നോട്ട് പ്രപ്പോസ് ഇറ്റ്, ഇറ്റ് മൈറ്റ് ഹാപ്പൻ, ഇറ്റ് മൈ നോട്ട് ഹാപ്പൻ. ആസ് ഇൻവെസ്റ്റേഴ്സ്, all that we need to do is understand what's going to happen.
ഇങ്ങനെ ഒരു ഫ്യൂച്ചർ സിനാരിയോയിൽ ഡു നോട്ട് ഹാവ് ഒരുപാട് ഈ പറഞ്ഞ ടാക്സ് അല്ലെങ്കിൽ ടാക്സ് ബെനിഫിറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ഗിയറിംഗ് ഇതുപോലെയുള്ള ബെനിഫിറ്റിൽ ഓവർ ഡിപ്പെൻഡൻസി കുറയ്ക്കുക. ദീസ് പോളിസീസ് ആർ ബൗണ്ട് ടു ചേഞ്ച്. ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിന് കാശ് ഒരു സ്ട്രെസ് ആയിട്ട് ഒരു കാശ് അല്ലെങ്കിൽ റവന്യൂ ടൈറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദീസ് ആർ ദ അവന്യൂസ് വേർ ദേ ക്യാൻ പുൾ മണി ഫ്രം. ഏത് സമയത്തും ഈ പോളിസീസ് ചേഞ്ച് ചെയ്യാം, റൈറ്റ്? അപ്പോൾ ഡു നോട്ട് ഹാവ് എൻ ഓവർ ഡിപ്പെൻഡൻസി ഓൺ ടാക്സ് ബെനിഫിറ്റ്സ് ഓർ ഈവൻ നെഗറ്റീവ് ഗിയറിംഗ് ബെനിഫിറ്റ്സ്, റൈറ്റ്? So there are even talks that even the negative gearing benefits could be taken off. We don't know until that happen, right? Right now these are all indications and what they want from the investors. അപ്പോൾ ആസ് ഇൻവെസ്റ്റേഴ്സ് വാട്ട് യു നീഡ് ടു ഡു ഇസ് എന്താണ് ഇങ്ങനെ ഒരു ചേഞ്ച് വന്നാൽ സംഭവിക്കുക എന്നുള്ളത് മനസ്സിലാക്കാമോ? ഡെഫിനറ്റ്ലി ഷോർട്ട് ടേമിൽ ഇങ്ങനെ ഒരു CGT ഡിസ്കൗണ്ട് എക്സിക്യൂട്ടഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോർട്ട് ടേമിൽ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാവും. അതായത് ഇത് പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദേ മൈ ട്രൈ ടു സെൽ ഇറ്റ് ക്വിക്ക്ലി. ഈ പ്രോപ്പർട്ടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് സെല്ല് ചെയ്ത് മാക്സിമം ബെനിഫിറ്റ്സ് ഏൺ ചെയ്യാൻ അവർ ശ്രമിക്കും. സോ ഷോർട്ട് term expect a bit of fluidity or turbulence in the market. Medium termiloട്ട് again slowly ഈ ഒരു turbulence അത് പതുക്കെ റീബൗണ്ട് ചെയ്യും. കാരണം people will get used to the new normal, right? ഇത് പുതിയ സാധനം ആൾക്കാർ accept ചെയ്യും. They will start backing up. ലോങ് ടേമിലോട്ട് എഗെയിൻ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള അസറ്റ്സുകളെല്ലാം കണ്ടിന്യൂസ് ടു ഗ്രോ ബിക്കോസ് ഈ ഒരു ഡിമാൻഡ് സപ്ലൈ ഇംബാലൻസ് ഇസ് ഓൾവേസ് ദർ. അപ്പം എപ്പോഴും ഹൈ ഗ്രോത്ത് ആയിട്ടുള്ള ക്യാപിറ്റൽ അസറ്റ്സുകളിൽ എപ്പോഴും ഒരു ലോങ് ടേം ഗ്രോത്ത് ഉണ്ടാവും. അപ്പം അത് ലോങ് ടേമിലോട്ട് ഇതെല്ലാം ഇറ്റ് വിൽ ഗെറ്റ് ബാക്ക് ഇൻ ടു നോർമൽ. നിങ്ങൾ ആസ് എൻ ഇൻവെസ്റ്റർ വാട്ട് യു നീഡ് ടു ഡു ആർ പ്രോബ്ലി 2 or 3 things. Number 1, definitely do not create over dependency on tax benefits in preparing for your investment strategy. Number 2, not all the locations would be ideal, right? Again, be very very focused on identifying the fundamentals of the location. High growth ആയിട്ടുള്ള എപ്പോഴും ഒരു ലോങ് ടേം ഹോൾഡിനായിരിക്കും കൂടുതൽ ബെനിഫിറ്റ്സ് ഇങ്ങനെ സാധനങ്ങൾ വന്നാൽ. ഷോർട്ട് ടേം ട്രാൻസാക്ഷൻസ്, റൈറ്റ്? ഫ്ലിപ്പിംഗ് അല്ലെങ്കിൽ റിനോവേറ്റ് ആൻഡ് സെൽ അല്ലെങ്കിൽ ഷോർട്ട് ടേം ഹോൾഡിംഗ് ഇതിലൊന്നും ആൾക്കാർ they will start showing lesser interest because every transaction is costing them money, right? അപ്പോൾ കൂടുതൽ ലോങ് ടേം ഹോൾഡിലോട്ടായിരിക്കും ഇൻവെസ്റ്റർ ബിഹേവിയേഴ്സ് ഇൻക്ലൈൻ ചെയ്യാൻ പോകുന്നത്. ലോങ് ടേം ഹോൾഡ് എപ്പോഴും ഹൈ ഗ്രോത്ത് അസറ്റ്സിന് തന്നെയാണ് ലോങ് ടേം ഹോൾഡ് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. അതുപോലെയുള്ള അസറ്റ്സിലോട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. വിച്ച് മീൻസ് നോട്ട് എവറി പ്രോപ്പർട്ടി ഈസ് ഐഡിയൽ ഫോർ ആൻ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി, റൈറ്റ്? അഗെയിൻ നൗ ടു കൺക്ലൂഡ് everything put together, there is cash rate increase that has happened. അത് കുറച്ച് മേ ബി ഒരു one more increase is expected to happen. Worst case scenario 2 increases this year, not more than that. CGT ഡിസ്കൗണ്ടിൻ്റെ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ മേ ബി ടുവേർഡ്സ് മാർച്ച് ഏപ്രിൽ മെയ് ആകുമ്പോഴേക്കും വി വിൽ ഹാവ് ബെറ്റർ ഐഡിയ ഇത് സംഭവിക്കുമോ അതല്ല ഇതിപ്പോൾ വെറും ഒരു ഇൻഡിക്കേഷൻ മാത്രമാണോ എന്നുള്ളത്. വാട്ട് എവർ ടുവേർഡ്സ് FY 2026 ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ബി പ്രിപ്പയർഡ്, അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ സിഗ്നൽസ് ആർ. റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയയുടെ അടുത്ത് നിന്നും അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ഗവൺമെൻറ് ലേബർ ഗവൺമെൻറ് അടുത്ത് നിന്നും വേർ ഡു ദേ വാണ്ട് ദെയർ എക്കണോമി ടു ഗ്രോ അല്ലെങ്കിൽ പ്രോപ്പർട്ടി മാർക്കറ്റ് ടു ഗ്രോ or the investor behaviors to change എന്നുള്ള റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ്ങോടുകൂടി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയെ റീഅഡ്ജസ്റ്റ് ചെയ്യുക, റൈറ്റ്? അഡാപ്റ്റ്, ചേഞ്ച് ആൻഡ് കീപ് ഗ്രോയിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. റീച്ച് ഔട്ട് ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്. ഇതുപോലെയുള്ള ഇനിയും കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ലൈക്ക്, ഷെയർ, പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് എനിവൺ whom you think this video will be beneficial. നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ ആരെങ്കിലും ഒക്കെ ഈ പറഞ്ഞ പോലെ ഇമ്മീഡിയറ്റ്ലി ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി വാങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഷെയർ ദിസ് വീഡിയോ വിത്ത് them. Educate, let's educate the community around us and let's grow together. Happy investing.